സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുത്തത് പ്രശസ്ത മാധ്യമപ്രവർത്തകനും എം പിയുമായ ജോൺ ബ്രിട്ടാസ് എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ. മലയാള മനോരമയിൽ കുറച്ചധികം കാലം പ്രവർത്തിച്ച പത്രപ്രവർത്തകനാണ് ജോൺ മുണ്ടക്കയം. CPM നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ജോൺ ബ്രിട്ടാസ് തന്നെ വിളിച്ച് സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണ്ടേ എന്ന് ചോദിച്ചെന്നാണ് മുണ്ടക്കയത്തിൻ്റെ അഭിപ്രായം. ജുഡീഷ്യൽ അന്വേഷണം വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചാൽ സമരം അവസാനിപ്പിക്കാം എന്നായിരുന്നു വ്യവസ്ഥ. താനിക്കാര്യം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചെന്ന് ജോൺ മുണ്ടക്കയം. സമകാലിക മലയാളം വാരികയിൽ എഴുതിയ സോളാർ ഇരുണ്ടപ്പോൾ എന്ന ലേഖനത്തിൽ മുണ്ടക്കയം ഇത് വെളിപ്പെടുത്തുന്നു. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഒരു ഒരു പരാമർശം ജോൺ മുണ്ടക്കയം തൻ്റെ ലേഖനത്തിൽ നടത്തുന്നത്? ഈ സമകാലിക മലയാളം വാരികയിൽ കഴിഞ്ഞ 3 ലക്കങ്ങളായി സോളാർ ഇരുണ്ടപ്പോൾ എന്ന പേരിൽ ഒരു ലേഖനം എഴുതി വരികയാണ് ജോൺ മുണ്ടക്കയം. അതിലാണ് ഇപ്പോൾ ഇതിന്റെ ഒത്തുതീർപ്പ് വഴികളെക്കുറിച്ച് ജോൺ മുണ്ടക്കയം വിശദീകരിക്കുന്നത്. അന്ന് തന്നെ ഈ സോളാർ സമരകാലത്ത് തന്നെ ഈ ഒത്തുതീർപ്പ് ഉണ്ടായത് അന്നത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുണ്ടായിരുന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശവുമായി ഇപ്പോൾ ജോൺ മുണ്ടക്കയം രംഗത്തെത്തിയിരിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോൺ ബ്രിട്ടാസ് ആണ് തന്നെ വിളിക്കുന്നത്. അതും ഈ സമരത്തിന്റെ 2ാം ദിവസം ഈ സമരം കൈവിട്ടു പോകും എന്നൊരു രീതി വരികയും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോലീസിനൊന്ന് ലാത്തി ചാർജ് തുടങ്ങിയാൽ അത് തലസ്ഥാന നഗരമാകെ വ്യാപിപ്പിക്കേണ്ടി വരികയും ചെയ്യുമെന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. അത് പോലീസിനെ വല്ലാതെ കുഴക്കിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിന് 2 ദിവസം സർക്കാർ അവധി നൽകി. ഇത് സമരക്കാരെ പ്രതിരോധത്തിലാക്കി. അതോടുകൂടി സമരം എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കണ്ടേ എന്ന ചോദ്യവുമായി തന്റെ ഓഫീസിലിരുന്ന തന്നെ ജോൺ ബ്രിട്ടാസ് ഫോൺ വിളിക്കുകയായിരുന്നു എന്നാണ് ജോൺ മുണ്ടക്കയം പറയുന്നത്. അപ്പോൾ ഇത്ര പെട്ടെന്ന് സമരം മതിയായോ എന്ന് താൻ ചോദിച്ചു. അപ്പോൾ അത് നേതൃതലത്തിലുള്ള തീരുമാനമാണ് എന്നാണ് ജോൺ ബ്രിട്ടാസ് അറിയിച്ചത് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഈ സമരം ഒത്തുതീർപ്പാക്കാം, പക്ഷേ അതിന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ജോൺ ബ്രിട്ടാസ് മുന്നോട്ട് വെച്ചു. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതാണല്ലോ എന്നായിരുന്നു ജോൺ മുണ്ടക്കയം മറുപടി നൽകിയത്. അപ്പോൾ അത് പത്രസമ്മേളനം വിളിച്ച് ഒരിക്കൽ കൂടി പറഞ്ഞാൽ മതി എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ താൻ മുഖ്യമന്ത്രിയെ വിളിച്ചു നോക്കാമെന്ന് പറയുകയും ചെയ്തു എന്നാണ് ജോൺ മുണ്ടക്കയം പറയുന്നത്. ആ ഫോൺ കോളിന് പിന്നാലെ ജോൺ മുണ്ടക്കയം തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ നേരിട്ട് വിളിച്ചു. അതിനുശേഷം ഉമ്മൻചാണ്ടി പറഞ്ഞത് PK കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കാനാണ്. അങ്ങനെ PK കുഞ്ഞാലിക്കുട്ടിയെ വിളിക്കുകയും അതിനുശേഷം അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലേക്ക് എത്തുകയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോൺ ബ്രിട്ടാസും ഒപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണനുമായി ചർച്ച നടത്തി. അതിനു പിന്നാലെ അന്ന് ഇടത് MLA ആയിരുന്ന ഇടതുപക്ഷത്തുണ്ടായിരുന്ന NK പ്രേമചന്ദ്രൻ UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതോടുകൂടിയാണ് ഈ സമരം ഒത്തുതീർപ്പിന് വഴിയൊരുങ്ങിയത് എന്നുള്ളതാണ് ഈ ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനത്തിൽ പറയുന്നത്. ഈ കൂടിക്കാഴ്ചകൾക്കും ഈ ഫോൺ കോളുകൾക്കും ശേഷം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം വിളിച്ച് ഈ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അതിന് തൊട്ടു പിന്നാലെ ഈ സമരം ആ സമയത്ത് ഈ മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ AKG സെന്ററിൽ CPIM നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ സമരം ഒത്തുതീർപ്പായതായി പ്രഖ്യാപിക്കുകയും മുഖ്യമന്ത്രി തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ തന്നെ നേരിട്ടെത്തി സമരക്കാരോട് സമരം അവസാനിച്ചതായി പറയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മാത്രമല്ല അന്ന് സമരക്കാരെ കോർഡിനേറ്റ് ചെയ്തിരുന്ന ഡോക്ടർ തോമസ് ഐസക് ഇക്കാര്യം ഈ ഒരു ചാനലിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അതിൽ വലിയ എതിർപ്പായിരുന്നു തോമസ് ഐസക്കിന് ഉണ്ടായിരുന്നത് എന്നുകൂടി ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു സലീം മാലിക്.